കൊച്ചി കടവന്ത്രയിലെ അനാശാസ്യ കേന്ദ്രം നടത്തിപ്പിൽ അറസ്റ്റിലായ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. ASIമാരായ രമേശ്, ബ്രിജേഷ് ലാൽ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. അല്ല, ബാക്കി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള എവിഡൻസസ് അതൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ. അതിനകത്ത് 2 പോലീസുകാരെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഈ നടത്തിപ്പുമായിട്ട് ആക്റ്റീവ് ബന്ധങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ശേഷമാണ് നമ്മൾ അവരെ അറസ്റ്റ് ചെയ്തത്. അവരെ ഇന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഡിപ്പാർട്ട്മെൻറ്റിലെ നടപടിക്രമങ്ങൾ കൂടെ എടുക്കും. കൊച്ചിയിലെ അനാശാസ്യ കേന്ദ്രത്തിലൂടെ നടത്തിപ്പുകാരൻ കോടികൾ ഒഴുക്കിയതിന്റെ വിവരങ്ങൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടു. നടത്തിപ്പുകാരനായ എരുമേലി സ്വദേശി പ്രവീണിന്റെ അക്കൗണ്ടിൽ 1,68,00,000 രൂപയുടെ ഇടപാട് നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തൽ. വിശദാംശങ്ങളുമായി ബിനിൽ ചേരുന്നു. ബിനിൽ, ഈ കേരളമാണ് ഇവരൊക്കെ ഇതിന് കേന്ദ്രമാക്കി എടുക്കുന്നത് എന്നതുകൊണ്ട് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ആഭ്യന്തര വകുപ്പിന് ഭാഗത്തു നിന്നും അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ട് എന്ന് നമുക്ക് പൂർണ്ണമായും പറയാനും കഴിയില്ല. കാരണം ഇപ്പോൾ പോലീസാണ് ഇടപെട്ട് പോലീസുകാർ ഉൾപ്പെടുന്ന ഈ കണ്ണിയെ പൊട്ടിച്ചെറിഞ്ഞിരിക്കുന്നതും അവരെ വലയിലാക്കിയിരിക്കുന്നതും. വിശദാംശങ്ങൾ പറയൂ ബിനിൽ. മോത്തി, അനാശാസ്യ കേന്ദ്രങ്ങൾ പിടികൂടുക, അവർക്കെതിരെ കൃത്യമായ നിയമ നടപടികൾ എടുക്കുക, അത് എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒന്നല്ല. വളരെ നീണ്ട പരിശ്രമങ്ങൾ അക്കാര്യത്തിൽ വേണം. ഇപ്പോൾ ഓപ്പറേഷൻ മോക്ഷ, അതേക്കുറിച്ചാണ് മോത്തി നേരത്തെ സൂചിപ്പിച്ചത്. പ്രവീണിന്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ, അതിന് മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പാണ് പോലീസ് നടത്തിയത്. കൊച്ചിയിലെ സ്പാ കേന്ദ്രീകരിച്ച് 50ഓളം സ്ത്രീകളെ പലയിടങ്ങളിൽ നിന്നായി എത്തിച്ചു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അല്പം മുമ്പാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനം നടത്തിയത്. അദ്ദേഹം ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വളരെ ഗൌരവപ്പെട്ട ഒരു വകുപ്പാണ് ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്നുള്ളത്. അതുകൂടി ചേർത്തുകൊണ്ടാണ് പ്രതികളുടെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചത്. കാരണം സംസ്ഥാനത്തിന് പുറത്തു നിന്ന് സ്ത്രീകളെ ഇങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട്, ഇവിടെ നിന്ന് വിദേശത്തേക്കും കൊണ്ടുപോയിട്ടുണ്ട് എന്ന് വേണം ആ കുറ്റം ചുമത്തിയതിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ. അത്തരത്തിൽ ശക്തമായ നിയമ നടപടികളിലേക്ക് പോവുകയാണ്. ഇതിൽ കണക്കുകൾ പരിശോധിക്കുമ്പോഴാണ് ഞെട്ടിപ്പോകുന്നത്. ഒരു വർഷം 1,68,00,000 രൂപയുടെ ട്രാൻസാക്ഷൻസ് ആണ് ഈ പ്രവീണിന്റെ അക്കൗണ്ടിൽ മാത്രം നടന്നിരിക്കുന്നത്. ഇത് എരുമേലി സ്വദേശി പ്രവീൺ മാത്രം ഒതുങ്ങുന്ന ഒരു നെറ്റ്വർക്ക് അല്ല, മറ്റൊരു പ്രവീൺ കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. തൃശൂർക്കാരനാണ്. മുംബൈയിൽ നിന്നുകൊണ്ടാണ് ഇതെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ മാത്രമല്ല, മധ്യ കേരളത്തിൽ പലയിടത്തും ഇവർ രണ്ടുപേരും ചേർന്ന് നിയന്ത്രിക്കുന്ന അനാശാസ്യ കേന്ദ്രങ്ങൾ ഉണ്ട് എന്നാണ് പോലീസിന് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പിടികൂടിയിരിക്കുന്ന സ്ത്രീകൾ, ഇന്നലെ 4 സ്ത്രീകൾ അടക്കമുള്ളവരെയാണ് പിടികൂടിയിരിക്കുന്നത്. ഈ സ്ത്രീകളുടെ കാര്യത്തിൽ പോലീസ് അവർക്കൊരു കൌൺസിലിംഗ് നൽകിക്കൊണ്ട് അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ കൂടി നടത്തുമെന്നാണ് കൊച്ചി സിറ്റി പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് നിയമവിരുദ്ധമായ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് അവരെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം കൂടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് വരുന്നു. ഒപ്പം ഇത്തരത്തിലുള്ള അനാശാസ്യ കേന്ദ്രങ്ങൾ നടത്തുന്ന അതിന്റെ ഏറ്റവും അവസാന കണ്ണിയിലേക്ക് എത്തി ആ ഗ്യാങ്ങിനെ തന്നെ പൊളിക്കുക എന്നതാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്.